പക്ഷേ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിശ്വാസം തകർക്കാൻ ഒരു പിശാചിനും കഴിഞ്ഞിട്ടില്ല. പ്രതികൂലങ്ങൾ കൂടും തോറും ദൈവത്തോടുള്ള ബന്ധം ഇവരിൽ വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞ ചരിത്രം കാണുന്നതേയില്ല. ഹല്ലേലൂയ. നെഹമ്യാവിന് ഒരു ഉദാഹരണം. നെഹമ്യാവ് ഒരു നല്ല ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. നെഹമ്യാവിന് വേറെ ആർക്കെന്ത് തകർച്ച വന്നാലും ഒന്നും തന്നെ സ്വാധീനിക്കേണ്ടത് കാര്യമില്ല. ഉണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തിൽ ശൂന്യത ഉണ്ടായതുകൊണ്ടോ അവിടെ കത്തി നശിച്ചതുകൊണ്ടോ തകർന്നതുകൊണ്ടോ എന്തെങ്കിലും ബേർഡൻ എടുക്കേണ്ട കാര്യമുണ്ടോ? താൻ യെരൂശലേമിൽ എത്രയോ വളരെയധികം ദൂരത്താണ് താമസിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പൊ താൻ ചിന്തിക്കാം, അടുത്തുള്ളവർ വന്ന് സഹായിച്ചോട്ടെ, നമ്മൾ ഇത്രയും ദൂരം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയുടെ ഒരു ആത്മാവും പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനുമാണെങ്കിൽ ഒരാത്മിക തകർച്ച കണ്ടാൽ തനിക്ക് വേദനിക്കും. ആ വേദനയിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ലീവ് എടുത്തു. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ. ഈ വേദന സഹിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് കുറേ നാള് വേദനിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായി. ആ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി താൻ സന്നദ്ധമായി. നിങ്ങൾ നോക്കിയാൽ അതിനുവേണ്ടി ഒരു കൂട്ടത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ബലപ്പെടുത്തി ശക്തീകരിച്ച് ഒരു കൂട്ടത്തെ അവൻ എൻകറേജ് ചെയ്യുകയാണ്. വേല വലിയതും വിശാലവുമായതുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തി എന്ന് പറയുന്നു, അല്ലേ? ധൈര്യപ്പെടുത്തി. പക്ഷേ ഇനി അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആരെയാണോ നെഹമ്യാവ് ധൈര്യപ്പെടുത്തിയത്, ആരെയാണോ ഈ വേലയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചത്, അവർക്ക് വേണ്ടി അവൻ കാവൽ നിന്ന് അവരെ അതിനുവേണ്ടി അവൻ സജ്ജമാക്കി തീർത്ത് അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുത്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് അവർ തന്നെ നെഹമ്യാവിന് വിരോധമാകുകയാണ്. നെഹമ്യാവ് അവിടെ 2-3 കാര്യം നടക്കുന്നുണ്ട്. ഒന്ന്, സൻബല്ലത്തും തോബിയാവും പരിഹസിക്കുന്നു. 2, ഉഗ്രകോപത്തോടുകൂടി അവർ നെഹമ്യാവിന് വിരോധമായി സംസാരിക്കുന്നു. 3, ഈ നെഹമ്യാവിനും ഈ ജോലിക്കും ഈ പദ്ധതിക്കും വിരോധമായി നിയമം അവർ ഉണ്ടാക്കുന്നു, രാജാവിനെ കൊണ്ട് സീൽ വെപ്പിക്കുന്നു. 4, വേറെ പലരെയും കൊണ്ട് ഇവരെ വേല മന്ദീഭവിപ്പിക്കുവാനുള്ള തത്രപ്പാടും ബദ്ധപ്പാടും ചെയ്തുകൊണ്ടുള്ള കാര്യക്രമീകരണങ്ങൾ ചെയ്യുന്നു. അതിലും മുൻപോട്ട് ഈ വേല നടക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെയ്ത ഒരൊറ്റ കാര്യം, ഇതിനകത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനകത്തുള്ളവര് തന്നെ പൈസ കൊടുത്ത് സൻബല്ലത്തും തോബിയാവും എടുത്തിട്ട് അവർക്ക് തന്നെ വിരോധമായി പ്രവർത്തിക്കുവാനുള്ള തന്ത്രപരമായ പദ്ധതികൾ ഉണ്ടാക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? പ്രാർത്ഥിക്കുന്നവന് വിരോധമായിട്ടാണ്. സംഭവിച്ചതെന്താ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉഗ്രകോപത്തോടുകൂടി എഴുന്നേൽക്കുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, ആൾക്കാർ എതിരായി സംസാരിക്കുമ്പോൾ, തിരസ്കരണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ കൂടുതലായി വർദ്ധിക്കുമ്പോൾ, വാക്കിന്റെ മുറിവുകൾ അനവധിയായി കടന്നു വരുമ്പോൾ നടന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു 51 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചു. നമ്മളാണെങ്കിൽ തളർന്ന് വീട്ടിൽ കിടക്കും. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല, മതി കർത്താവേ. ഏലിയാവ് പറഞ്ഞ പോലെ, മതി കർത്താവേ, ഇനിയെങ്കിലും എൻ്റെ ജീവനെ ഒന്ന്, വല്ല കാര്യം ഉണ്ടായിരുന്ന കർത്താവ്, ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് നല്ല ശമ്പളത്തിൽ ഞാൻ കിടന്ന് നല്ല ആഹാരം 3 നേരം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ കിടന്ന തകർച്ചയിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചതാണല്ലോ കർത്താവ്. ഇവരെ വായിന്ന് മൊത്തവും ഞാൻ കേൾക്കേണ്ടി. പ്രാർത്ഥനയുടെ ആത്മാവുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കേൾക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സ് നമ്മുടെ മേലുണ്ടെങ്കിൽ തടസ്സങ്ങളും പ്രതികൂലങ്ങളും നമ്മെ തന്നെ എയിം ചെയ്ത് എഴുന്നേൽക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും എവിടെയും പരാജയപ്പെട്ട ചരിത്രമില്ല. അവരിലൂടെ തന്നെയാണ് പണി ഉറപ്പിച്ചതും, അവരിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതും, അവരിലൂടെ ദൈവം ചരിത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നത്, എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്?
പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവരിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പദ്ധതിയും കർത്താവ് പറഞ്ഞു. നമുക്കിഷ്ടം എന്താണെന്നറിയാമോ? പ്രശ്നമില്ലാതെ ദൈവമഹത്വം. അതാണെങ്കിൽ ഓക്കെ. പക്ഷേ ദൈവമഹത്വം പ്രശ്നത്തിലൂടെ മാത്രമേ ദൈവം ഉറപ്പിച്ചിട്ടുള്ളൂ. അതിന് നമുക്ക് വേണ്ടുന്നത് പ്രാർത്ഥനയുടെ ആത്മാവ്. ദിനം പ്രതി നേരം നമ്മൾ നടന്ന് സ്റ്റെപ്പ് കയറുമ്പോഴെല്ലാം നിങ്ങൾ സ്തോത്രത്തിൽ നിറയപ്പെട്ട് ആത്മാവിന്റെ നിറവിൽ അന്യഭാഷ തന്നെ പറഞ്ഞ് നിങ്ങൾ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മറ്റുള്ളവർ അന്യഭാഷ പറയുന്നേക്കാളും അധികമായി ഞാൻ അന്യഭാഷ പറയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ആ അന്യഭാഷ ബുദ്ധിയിൽ വന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ കർത്താവ് നൽകിയതാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. ദൈവം നോക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ പ്രാർത്ഥനയാണോ ആത്മാവിന്റെ പ്രാർത്ഥനയാണോ? ബുദ്ധിയുടെ പ്രാർത്ഥന പകുതി നമ്മുടെ ഇഷ്ടം, പകുതി ദൈവഹിതമല്ലാത്തത്. ആത്മാവിന്റെ പ്രാർത്ഥന മുഴുവനും ദൈവഹിതം. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച്. അവണ്ണം നിർത്തി അവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു? ചേർന്ന് പറഞ്ഞ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മെ സഹായത്തിനു വേണ്ടി നിൽക്കുന്നത് തന്നെ ഒന്ന്, എന്ത് ബലഹീനതയുണ്ടെങ്കിലും അതിനകത്ത് തുണ നിൽക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇനി ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ വീഴ്ചകളെ കുറിച്ചല്ല, പാപ സ്വഭാവങ്ങളെ കുറിച്ചല്ല ബലഹീനത എന്ന് പറയുന്നത്. ആത്മീക കാര്യത്തിൽ ഉത്സാഹത്തോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരിൽ ബലക്കുറവുകൾ, ആത്മീക ശോഷണങ്ങൾ, ഉത്സാഹക്കുറവുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ എല്ലാം വരുമ്പോൾ പിശാചി എയിം ചെയ്തിരിക്കുന്നത് ഒരിക്കലും ആത്മീകമായി ഉണർന്നു പ്രാർത്ഥിക്കരുത്, ആത്മീകമായി ഉണർന്നെഴുന്നേൽക്കരുത്, ആത്മീക കാര്യത്തിൽ ഉത്സാഹത്തോടെ നിലകൊള്ളരുത് എന്നാണ് അവന്റെ പദ്ധതി, അവന്റെ ഇഷ്ടം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഉപവാസ പ്രാർത്ഥന നിയമിച്ചു. അനേകർക്ക് വരാവുന്ന സാഹചര്യങ്ങൾ പലർക്കും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ വരാൻ കഴിയാത്തതിൻ്റെ കാരണം അവരുടെ തെറ്റല്ല. കാരണം എവിടെയോ ആത്മീക ശോഷണം അവരിൽ സംഭവിച്ചു എന്നതിൻ്റെ തെളിവാണ്. ആ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എഴുന്നേറ്റു വരുവാനുള്ള ഒരു ആഗ്രഹം അകത്തുണ്ടെങ്കിൽ ബലഹീനതയിൽ നിന്നും തികഞ്ഞു വരുന്ന ദൈവകൃപ അവരിലേക്ക് വ്യാപരിപ്പാൻ ആരംഭിക്കും. നമുക്കൊരു ആഗ്രഹം തീവ്രമായിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും പൊട്ടിച്ച് അവിടെ എത്തുവാൻ നമുക്ക് സാധ്യമാകും. നമുക്ക് തീരെ വയ്യ, എനിക്കാണെങ്കിൽ ഈ ഉപവാസത്തിന് വരാനേ പറ്റുന്ന സാഹചര്യമല്ല പാസ്റ്ററേ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞെന്ന് വെച്ചു. ആ വീട്ടിൽ ഒരു ഭയങ്കര വിപത്തുണ്ടായി. രാവും പകലും ഹോസ്പിറ്റൽ ചെന്നേ പറ്റൂ. അവര് പോകില്ലേ? ഒന്ന് പറഞ്ഞേ. ആരും ഒന്നും മിണ്ടുന്നില്ല. അവർക്ക് ക്ഷീണം ഉണ്ടാകോ? ഇല്ല. സമയം പോയെന്നൊരു തോന്നലുണ്ടാകോ? ഇല്ല. അവർ അതിനകത്ത് ഭയങ്കര തീഷ്ണമായ, അവരെ കണ്ണുകളിൽ ആ തീഷ്ണത പ്രസരിച്ച് നിൽക്കത്തില്ലേ? നിൽക്കും. എന്തുകൊണ്ടെന്നറിയാവൂ? എന്തുകൊണ്ടാ? അപകടം, നഷ്ടബോധം, പ്രതികൂലമായ സാഹചര്യം, പെട്ടെന്നൊരു ആക്സിഡന്റ് പോലെ ഉണ്ടായി. ദൈവം പറയുന്ന ഒരൊറ്റ കാര്യം, അനർത്ഥം സ്വപ്നം കാണുന്നതിനപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ, അവന് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ഈ പുത്രനെ ഒന്ന് ചുംബിക്കുവാൻ കഴിയുമോ? മറ്റെല്ലാത്തിനേക്കാളുമുള്ള തീഷ്ണത, എല്ലാറ്റിനേക്കാളുമുള്ള ഒരു അഭിനിവേശവും ദാഹവും ആഗ്രഹവും അവൻ ഉത്സാഹവും ആത്മീക കാര്യത്തിൽ നമുക്കുണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ശത്രു ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളെയും നമ്മൾ അറിയാതെ സ്വർഗം എന്നേക്കുമായി അടിച്ചു മാറ്റും. ഹല്ലേലൂയ.
നമ്മൾ നേരത്തെ വായിച്ചു, അല്ല പാടി, ഏത് പാട്ടായിരുന്നു? ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ, കഴിവല്ല നിൻ കൃപയാൽ, ബലമല്ല നിൻ ദയയാണേ. അപ്പൊ നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ആ തോന്നൽ തെറ്റാണ്. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ ഇതുവരെ എത്തിയത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ അല്ല, ദൈവത്തിന്റെ ഫേവർ നമ്മളെ വിട്ടുമാറാതെ നമ്മെ സംരക്ഷിച്ചത് കൊണ്ടും നിലനിർത്തിയത് കൊണ്ടും നമ്മളെ നയിച്ചത് കൊണ്ടുമാണ് ഇവിടത്തോളം എത്തുവാൻ ദൈവം സഹായിച്ചത്. അതിന് നമ്മുടെ പ്രവൃത്തി കാരണമല്ല, നമ്മുടെ ആരോഗ്യവും ശക്തിയും കാരണമല്ല, നമ്മുടെ ബുദ്ധി കാരണമല്ല, നമ്മുടെ പണം കാരണമല്ല, ദൈവത്തിന്റെ ഫേവർ. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് പറയാൻ, കർത്താവേ ഇത്രത്തോളം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി, ഇത്രത്തോളം ദൈവം നമ്മളെ കരുതി. ഹല്ലേലൂയ. ആമേൻ. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അടുത്ത ഭാഗം, അപ്പൊ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ ആരാണ്? പാസ്റ്ററല്ല, സഭയല്ല പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയത്തില്ല. സത്യത്തിൽ വാസ്തവം അതാണ്, നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലേ? എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ എന്തായിരുന്നു പ്രാർത്ഥിച്ചത് അറിയത്തില്ല. നമുക്ക് വിരോധമായി, ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിരോധമായി ഒരു വ്യക്തി അശ്രാന്ത പരിശ്രമം ചെയ്ത് തകർക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വായ് തുറന്ന നമ്മളെ പ്രാകുന്ന ഒരു വ്യക്തി എന്ന് വെച്ചു, ശപിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറയട്ടെ, ബുദ്ധി കൊണ്ട് ആ വ്യക്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാനുള്ള നല്ല നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടാകൂ. പ്രാർത്ഥിച്ചാലും കർത്താവേ അതിനറിയാം നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന അവനിങ്ങനെ പറഞ്ഞ് ഒരു വാക്കെങ്കിലും കർത്താവ് എങ്ങനെയെങ്കിലും കർത്താവ് ഒന്ന് തൊടണം, അവന്റെ വായെങ്കിലും ദൈവം തൊട്ട് അടിച്ചു ഒതുക്കി കൊണ്ടു വന്നാലും കുഴപ്പമില്ല. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം ഇതിന് ഓപ്പോസിറ്റാണ്. നമുക്ക് വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന വ്യക്തിയെ ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പ്രാർത്ഥനയായിരിക്കും നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു ആ ആത്മാവ് ദൈവഹിതമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വചനം എഴുതിയിരിക്കുന്നത്. വചനത്തിൽ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവർക്ക് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കണം, അവർക്ക് ദാഹിക്കുന്നെങ്കിൽ വെള്ളം കൊടുക്കണം, അവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിനെന്ന് ദൈവത്തിന്റെ വചനം. ബുദ്ധി കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവം ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന അന്യഭാഷ എന്ന ഭാഷ കൊടുത്തത്. കാരണം ജന്മം ചെയ്താൽ മലയാളി പ്രാർത്ഥിക്കുന്നത് കർത്താവിനെ അറിയാം. അഥവാ പ്രാർത്ഥിച്ചാൽ രക്തമെങ്കിലും ശബ്ദിക്കാൻ വേണ്ടിയേ പ്രാർത്ഥിക്കൂ. അവരെ ദൈവം അടിക്കണം, കർത്താവ് തൊടണം, കർത്താവ് സന്ദർശിക്കണമെങ്കിലും പറയും. ആ സന്ദർശനം കർത്താവ് മീറ്റ് ചെയ്യണമെന്നായിരിക്കും അതിനർത്ഥം. എങ്കിലും നമ്മുടെ സന്ദർശനം എന്ന് പറയുന്നത് കർത്താവെ ഒതുക്കിക്കളയണം, വെച്ചേക്കരുത്, നമ്മുടെ മനോഭാവം.